നിങ്ങളുടെ അടുത്ത ടോപ്പിക് എന്നുള്ള വാല്യൂഷൻ ഓഫ് പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് വാല്യൂഷൻ ഓഫ് പ്രോപ്പർട്ടീസ് ആണ് കാണിച്ചിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്നുള്ളത് റെൻ്റൽ മെത്തേഡ് ഓഫ് വാല്യൂഷൻ ആണ് ഫസ്റ്റ് വൺ. അപ്പോൾ ഇൻ ദിസ് മെത്തേഡ് ദി നെറ്റ് റെൻ്റൽ ഇൻകം ഈസ് കാൽക്കുലേറ്റഡ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഓൾ ഔട്ട് ഗോയിങ് ഫ്രം ദി ഗ്രോസ് റെൻറ്റ് ആൻഡ് ദി ഇയർ പർച്ചേസ് ഈസ് കാൽക്കുലേറ്റഡ് ആഫ്റ്റർ അഡോപ്റ്റിംഗ് ദി കറണ്ട് ബാങ്ക് ഇൻട്രസ്റ്റ്. അതായത് ഇവിടെ നെറ്റ് റെൻ്റൽ ഇൻകം ആയിരിക്കും നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത്. ആ നെറ്റ് റെൻറ്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഇക്വേഷനാണ് ഇത് തന്നിരിക്കുന്നത്. നെറ്റ് റെൻറ്റ് ഈസ് ഈക്വൽ ടു ഗ്രോസ് റെൻറ്റ് മൈനസ് ഔട്ട് ഗോയിങ്. പിന്നെ നിങ്ങൾ നേരത്തെ പഠിച്ച ആ ഇക്വേഷൻ തന്നെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂസ് ഈക്വൽ ടു നെറ്റ് ഇൻകമിന് വരെ നമ്മളിവിടെ റെൻ്റ് ആയിരിക്കും നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അതാണ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂസ് ഈക്വൽ ടു നെറ്റ് റെൻറ്റ് ഇൻറ്റു ഇയർ പർച്ചേസ്. അപ്പോൾ അതാണ് റെൻ്റൽ മെത്തേഡ് ഓഫ് വാല്യുവേഷനിൽ. അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ റെൻറ്റ് ഈസ് നോട്ട് ഫെയർ റെൻറ്റ്, ദെൻ ഇറ്റ് കനോട്ട് ബി റിലൈഡ് അപ്പോൺ. അതായത് കറക്റ്റായിട്ടുള്ള ഫെയർ ആയിട്ടുള്ള റെൻറ്റ് നമുക്ക് മനസ്സിലാക്കാതെ അതിനകത്തുള്ള കറക്റ്റ് ഒരു വാല്യുവേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ എ പ്രോപ്പർട്ടി ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വാല്യൂ ടുഗദർ കനോട്ട് ബി പ്രൊപ്പോർഷണൽ ലേറ്റർ. അത് ഓൾറെഡി നമ്മൾ ഫസ്റ്റ് വാല്യുവേഷൻ കണ്ടുപിടിച്ചാൽ പിന്നീട് നമുക്ക് അതിൻ്റെ ഒരു റെൻറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ പിന്നീട് അതിൻ്റെ ഒരു വാല്യുവേഷനും കാര്യങ്ങളും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് കാൽക്കുലേഷൻ ഓഫ് ഔട്ട് ഗോയിങ്സ് ആർ ഓഫൺ ഡിഫറെൻറ്റ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മളിവിടെ ഇപ്പം ഔട്ട് ഗോയിങ്സ് നമുക്ക് കണ്ടുപിടിക്കണം ആദ്യം തന്നെ. അപ്പോൾ അത് കറക്റ്റ് ആക്ച്വലായിട്ടുള്ളൊരു ഔട്ട് ഗോയിങ് ആയിരിക്കത്തില്ല നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ ആയിരിക്കും ഇതിനകത്ത് ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇവിടെ അടുത്ത മെത്തേഡ് എന്നുള്ള ലാൻഡ് ആൻഡ് ബിൽഡിംഗ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ആണ്. The main principle is to determine the individual market value of land and depreciated value of the building. The sum of these two figure will give the value of the property. അതായത് ഇവിടെ നമ്മൾ ഇൻഡിവിജ്വൽ മാർക്കറ്റ് വാല്യൂ ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ മാർക്കറ്റ് വാല്യൂ പിന്നെ ഡിപ്രീഷിയേറ്റഡ് വാല്യൂ ഓഫ് ദി ബിൽഡിംഗ് ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അതിൻ്റെ രണ്ടിൻ്റെ സം ആയിരിക്കും നമ്മളിവിടെ വാല്യൂ ഓഫ് ദി പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ എടുക്കുന്നത്. This method is more suitable for properties which are used for special purposes like schools, police stations, or which perform a non-profitable community function where there is no evidence of income variation. അതായത് സ്കൂൾസ് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ പോലെയുള്ള നോൺ പ്രോഫിറ്റബിൾ ബിൽഡിങ്സ് അതിൻ്റെയൊക്കെ വാല്യുവേഷൻ ആയിരിക്കും നമ്മൾ ഈ മെത്തേഡ് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കാരണം അങ്ങനെയുള്ള ബിൽഡിങ്ങിലൊന്നും ഇൻകം വേരിയേഷൻ ഉണ്ടാകത്തില്ല. അങ്ങനെ ഇൻകം വേരിയേഷൻ ഉണ്ടാവാത്ത ബിൽഡിങ്സിൻ്റെയൊക്കെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് മെത്തേഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അത് മൂന്ന് മെത്തേഡുണ്ട്. അതിൽ തന്നെ കമ്പാരിറ്റീവ് മെത്തേഡുണ്ട്, ബിൽഡിംഗ് മെത്തേഡുണ്ട്, ഹൈപ്പോത്തറ്റിക്കൽ ബിൽഡിംഗ് സ്കീമും ഉണ്ട്. ഇനി തേർഡ് മെത്തേഡ് എന്നുള്ള ഡയറക്റ്റ് കമ്പാരിസൺ മെത്തേഡാണ്. In this method, the valuation of property is done by direct comparison with the capitalized value of a few adjoining properties. അതായത് നമ്മൾ ഏതിൻ്റെയാണോ പ്രോപ്പർട്ടിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പോകുന്നത് അതുമായിട്ട് ചേർന്ന് കിടക്കുന്ന അഡ്ജോയിനിങ് പ്രോപ്പർട്ടീസിൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. ആ കമ്പാരിസൺ വെച്ചായിരിക്കും നമ്മുടെ ഇവിടെ വാല്യുവേഷൻ ഫൈനൽ വാല്യുവേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ അടുത്ത മെത്തേഡ് എന്നുള്ള പ്രോഫിറ്റ് ബേസ്ഡ് വാല്യുവേഷൻ ആണ്. This method is similar to the rental method. In this method, net income from the property is calculated by deducting all outgoings from the gross income. അവിടെ നേരത്തെ നമ്മൾ റെൻ്റൽ മെത്തേഡിൻ്റെ കാര്യം പറഞ്ഞു. റെൻ്റൽ മെത്തേഡിൻ്റെ കാര്യത്തിൽ നെറ്റ് റെൻ്റ് ആയിരുന്നു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെങ്കിൽ ഇവിടെ നെറ്റ് ഇൻകം ആയിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നെറ്റ് ഇൻകം എന്ന് പറയുന്നത് ഗ്രോസ് ഇൻകം മൈനസ് ഔട്ട് ഗോയിങ്ങും പിന്നെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നെറ്റ് ഇൻകം ഇൻറ്റു ഇയർ പർച്ചേസ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. അതാണ് പ്രോഫിറ്റ് ബേസ്ഡ് വാല്യുവേഷൻ്റെ കാര്യത്തിൽ നമ്മൾ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്ത മെത്തേഡ് എന്നുള്ള ഡെവലപ്മെൻറ്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഫുൾ ഫോർ ദ വാല്യുവേഷൻ ഓഫ് അൺഡെവലപ്ഡ് ആൻഡ് അണ്ടർ ഡെവലപ്ഡ്. The valuation is done under the assumption that the property is to be developed and sold off at which higher price than the price of underdeveloped property. അതായത് ഇവിടെ കൂടുതൽ നമ്മൾ അൺഡെവലപ്ഡ് അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് ബിൽഡിങ്സിൻ്റെയൊക്കെ വാല്യുവേഷൻ ആയിരിക്കും നമ്മൾ ഈ മെത്തേഡ് കൊണ്ട് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഫ്യൂച്ചറിൽ ഇവിടെ എത്ര ആയിരിക്കും വാല്യുവേഷൻ, അതായത് ഡെവലപ്മെൻറ്റൊക്കെ നടന്നതിന് ശേഷം ഫ്യൂച്ചറിൽ എത്ര ആയിരിക്കും അവിടെ വാല്യുവേഷൻ ഉള്ളത് അതായിരിക്കും നമ്മൾ ഇവിടെ ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇൻ ദിസ് വാല്യൂ ഓഫ് പ്രോപ്പർട്ടി ഈസ് അറൈവ്ഡ് ബൈ ഡിഡക്റ്റിംഗ് ഫ്രം ദി വാല്യൂ ഓഫ് പ്രോപ്പർട്ടി ആഫ്റ്റർ ഡെവലപ്മെൻറ്റ് ഓൾ ദ ഔട്ട് ഗോയിങ്സ് ലൈക്ക് കോസ്റ്റ്, സൂപ്പർവിഷൻ ചാർജസ്, ഡെവലപ്പേഴ്സ് പ്രോഫിറ്റ് എക്സെട്ര. അപ്പോൾ ഈ ഔട്ട് ഗോയിങ്സ് എല്ലാം ഡിഡക്റ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വാല്യൂ ഓഫ് ദി പ്രോപ്പർട്ടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ഇതിലെ ഫസ്റ്റ് പ്രോബ്ലം നോക്കിക്കഴിഞ്ഞാൽ RCC ഫ്രെയിം ടു സ്ട്രക്ചർ ബിൽഡിംഗ് ഹാവിങ് എസ്റ്റിമേറ്റഡ് ഫ്യൂച്ചർ ലൈഫ് ഓഫ് 80 years. ലൈഫ് പീരീഡ് 80 years ആണ് തന്നിരിക്കുന്നത്. അതിൽ ഗ്രോസ് ആനുവൽ റെൻറ്റ് എന്നുള്ള 2200 പെർ മന്ത് ആണ് തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള വർക്കൗട്ട് ഇറ്റ്സ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓൺ ദ ബേസിസ് ഓഫ് 6% നെറ്റ് ഈൽഡ്. അപ്പോൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ആണ് ഇത് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രോഫിറ്റ് ബേസ്ഡ് വാല്യുവേഷൻ മെത്തേഡ് എടുത്തു കഴിഞ്ഞാൽ ക്യാപിറ്റലൈസ്ഡ് വാല്യൂവിൻ്റെ ഈ ഇക്വേഷൻ നിങ്ങൾക്കറിയാം, നെറ്റ് ഇൻകം ഇൻറ്റു ഇയർ പർച്ചേസ് ആണ് ഇക്വേഷൻ. അപ്പോൾ ഇതിലാദ്യം നെറ്റ് ഇൻകം കണ്ടുപിടിക്കണം. നെറ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഇൻകം മൈനസ് ഔട്ട് ഗോയിങ്സ് ആയിരിക്കും. അപ്പോൾ അതിൽ ഗ്രോസ് ഇൻകം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് റെൻറ്റ് തന്നിട്ടുണ്ട് 2200 പെർ മന്ത്.
അപ്പോൾ ഒരു വർഷത്തെ ടോട്ടൽ ഗ്രോസ് ആനുവൽ ഇൻകം കണ്ടുപിടിക്കുക ആദ്യം. അതാണ് ഈ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഗ്രോസ് ആനുവൽ ഇൻകം 2200 ഇൻറ്റു 12 ചെയ്ത് കഴിഞ്ഞാൽ ₹26,400 പെർ ഇയർ. അതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രോസ് ഇൻകം. ഇനി അടുത്ത് ഔട്ട് ഗോയിങ്സ് വേണം കണ്ടുപിടിക്കാൻ. ഔട്ട് ഗോയിങ്സിൻ്റെ കാര്യമെല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. The other outgoings are repair and maintenance 1/12 ഓഫ് ദി ഗ്രോസ് ഇൻകം. അതാണ് ഈ ചെയ്തിരിക്കുന്നത്. റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ്, പിന്നെ അതുപോലെ തന്നെ മുനിസിപ്പൽ ആൻഡ് പ്രോപ്പർട്ടി ടാക്സ് അതെന്നുള്ള 25% ഓഫ് ദി ഗ്രോസ് ഇൻകമാണ്. മാനേജ്മെൻറ്റ് ആൻഡ് മിസ്ലേനിയസ് 7% ഓഫ് ദി ഗ്രോസ് ഇൻകം. അതെല്ലാം വെച്ച് ഇവിടെ ടോട്ടൽ ഔട്ട് ഗോയിങ്സ് കണ്ടുപിടിക്കുക. പിന്നെ ഈ ഔട്ട് ഗോയിങ്സിൽ തന്നെ ഉള്ളതാണ് നിങ്ങളുടെ സിങ്കിങ് ഫണ്ടിലുള്ള ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് എന്നുള്ളത്. അതായത് ആനുവലി നിങ്ങൾ മാറ്റി വെക്കുന്ന കുറച്ചൊരു എമൗണ്ട് ഉണ്ട്. ആ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് എത്ര എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണം. അതിനാണ് നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരിക്കുന്ന സിങ്കിങ് ഫണ്ടിൻ്റെ ഇക്വേഷൻ SI / 1 + i (n-1). അതിൽ എസ് എന്നുള്ളത് ടോട്ടൽ കോസ്റ്റ് ഓഫ് ബിൽഡിംഗ്. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ ഒരു ടോട്ടൽ കോസ്റ്റാണ്. ആ ടോട്ടൽ കോസ്റ്റ് എന്നുള്ളത് നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. പ്ലിന്ത് ഏരിയ ഓഫ് ദി ബിൽഡിംഗ് 800 m² ആണ്. ആൻഡ് കോസ്റ്റ് പെർ m² എന്ന് പറയുന്നത് ₹500 ആണ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ 800 × 500 ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടൽ കോസ്റ്റ് ഓഫ് ദി ബിൽഡിംഗ് കിട്ടും. അതാണ് എസ്, അതായത് ടോട്ടൽ സിങ്കിങ് ഫണ്ട് അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദി ബിൽഡിംഗ് എന്നുള്ളതാണ് ഈ ചെയ്തിരിക്കുന്നത് 800 × 500. അടുത്തതിനകത്ത് ഐ എന്നുള്ളത് ഐ എന്നുള്ളത് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഐ എന്നുള്ള 4% ആണ്. അതാണ് റേറ്റ് ഓഫ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ സിങ്കിങ് ഫണ്ട് മേ ബി 4% എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് ഡയറക്റ്റായിട്ട് അത് എന്നും തന്നിട്ടുണ്ട് 80 years ആണ്. അതെല്ലാം ഡയറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവസാനം കിട്ടുന്ന സിങ്കിങ് ഫണ്ടിൻ്റെ ടോട്ടൽ വാല്യൂ എന്നുള്ളത് ഈ 725.6 ആയിരിക്കും. അപ്പോൾ ആ സിങ്കിങ് ഫണ്ട് നമ്മൾ ടോട്ടൽ ഔട്ട് ഗോയിങ്സിലാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഔട്ട് ഗോയിങ്സ് എന്നുള്ളത് ഇത്ര ആയിരിക്കും വരുന്നത്. അതായത് നേരത്തെ ഉള്ള റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ്, മുനിസിപ്പൽ ആൻഡ് പ്രോപ്പർട്ടി ടാക്സ്, മാനേജ്മെൻറ്റ് ആൻഡ് മിസ്ലേനിയസും അതിൻ്റെ കൂട്ടത്തിൽ ഈ കിട്ടിയിരിക്കുന്ന സിങ്കിങ് ഫണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ₹11,374 കിട്ടും. അപ്പോൾ ഔട്ട് ഗോയിങ്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നെറ്റ് ഇൻകം കണ്ടുപിടിക്കാൻ പറ്റും. നെറ്റ് ഇൻകമിൻ്റെ ഇക്വേഷൻ എടുക്കുക. അതായത് ഗ്രോസ് ഇൻകം മൈനസ് ടോട്ടൽ ഔട്ട് ഗോയിങ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെറ്റ് ഇൻകം കിട്ടും. അതാണ് 15,026 കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഫൈനലായിട്ട് കണ്ടുപിടിക്കാനുള്ള ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ആണ്. അപ്പോൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂവിൻ്റെ ഇക്വേഷൻ നെറ്റ് ഇൻകം ഇൻറ്റു ഇയർ പർച്ചേസ് ആണ്. ഇയർ പർച്ചേസിൻ്റെ ഇക്വേഷൻ പറഞ്ഞുകൊണ്ട് 100 / റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ളതുണ്ട്. അപ്പോൾ 100 / റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6% ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അത് ചെയ്യുക. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇയർ പർച്ചേസ് കിട്ടും. പിന്നെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഡയറക്റ്റ് നെറ്റ് ഇൻകം ഇൻറ്റു ഇയർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ടോട്ടൽ വാല്യൂ ₹2,50,433 കിട്ടും. അപ്പോൾ ഇതാണ് ഫൈനൽ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ. നിങ്ങളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. എ ബിൽഡിംഗ് കോസ്റ്റിംഗ് ₹7 lakh ഹാസ് ബീൻ കൺസ്ട്രക്റ്റഡ് ഓൺ എ ഫ്രീ ഹോൾഡ് ലാൻഡ് മെഷറിംഗ് 100 m². അപ്പോൾ ടോട്ടൽ ബിൽഡിംഗ് ഏരിയ എന്നുള്ളത് 100 m² ആണ്. പിന്നെ പ്രിവെയിലിംഗ് റേറ്റ് ഓഫ് ലാൻഡ് ഇൻ ദ നെയ്ബർഹുഡ് ഈസ് ₹1,500 പെർ m². അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ടോട്ടൽ കോസ്റ്റ് ഓഫ് ദി ലാൻഡ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ടോട്ടൽ ലാൻഡ് ഏരിയ എന്നുള്ള 100 m² ആണ്. അത് പെർ m²ൻ്റെ റേറ്റ് എന്നുള്ള ₹1,500 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ കോസ്റ്റ് ഓഫ് ലാൻഡ് ആണ് ഈ കണ്ടുപിടിച്ചിരിക്കുന്നത്. 1,500 × 100 അതായത് ₹1,50,000 നിങ്ങൾക്ക് കിട്ടും. പിന്നെ കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് ഇവിടെ ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ പറയുന്നുണ്ട് ₹7 lakh എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് എടുക്കുക ₹7 lakh. പിന്നെ ഇവിടെ നമുക്ക് ഫൈനലായിട്ട് കണ്ടുപിടിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ വർക്കൗട്ട് ദി ഗ്രോസ് റെൻറ്റ് ഓഫ് ദി പ്രോപ്പർട്ടി ആണ് പെർ മന്ത്. വർക്കൗട്ട് ദി ഗ്രോസ് റെൻറ്റ് ഓഫ് ദി പ്രോപ്പർട്ടി പെർ മന്ത് ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ളത്. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് നെറ്റ് റിട്ടേൺ പറയുന്നുണ്ട്. അസ്യൂം നെറ്റ് റിട്ടേൺ ഈ 6% ഓൺ ദി കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ആൻഡ് 4% ഓൺ ദി കോസ്റ്റ് ഓഫ് ലാൻഡ് പറയുന്നുണ്ട്. അപ്പോൾ ആ നെറ്റ് റിട്ടേൺ നിങ്ങൾ കണ്ടുപിടിക്കുക. അതാണ് ഈ കണ്ടുപിടിച്ചിരിക്കുന്നത്. നെറ്റ് റിട്ടേൺ ഓഫ് ലാൻഡ് 4%. ഇപ്പോൾ 4/100 × 1,50,000 എടുത്തു കഴിഞ്ഞാൽ ₹6,000 കിട്ടും. അതുപോലെ തന്നെ നെറ്റ് റിട്ടേൺ ഓഫ് ദി ബിൽഡിംഗ് നിങ്ങൾ എടുക്കുക. 6% ഓൺ ദി കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ 6/100 × 7 lakh ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഫൈനലായിട്ട് ടോട്ടൽ നെറ്റ് റെൻറ്റ് കിട്ടും. നെറ്റ് റിട്ടേൺ അല്ലെങ്കിൽ നെറ്റ് റെൻറ്റ് എന്നുള്ളത് ₹48,000 നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ട നെറ്റ് റെൻ്റ് അല്ല, നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് ഗ്രോസ് റെൻ്റ് ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ റെൻ്റൽ മെത്തേഡിനകത്തുണ്ടായിരുന്നു നെറ്റ് റെൻറ്റ് ഈസ് ഈക്വൽ ടു ഗ്രോസ് റെൻറ്റ് മൈനസ് ഔട്ട് ഗോയിങ്സ് ആയിരുന്നു നിങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഗ്രോസ് റെൻറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ഇൻകം ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഗ്രോസ് ഇൻകം എന്നുള്ളത് നെറ്റ് റെൻറ്റ് പ്ലസ് ഔട്ട് ഗോയിങ്സ് വേണം നിങ്ങൾക്ക് ചെയ്യാൻ. അപ്പോൾ ഈ ഔട്ട് ഗോയിങ്സ് നിങ്ങൾക്ക് ഓൾറെഡി നെറ്റ് റെൻറ്റ് കിട്ടി 48,000. ഔട്ട് ഗോയിങ്സ് എന്നുള്ള ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. അതാണ് ഇഫ് ദി എക്സ്പെൻഡിച്ചർ ഓൺ ദ ഔട്ട് ഗോയിങ് ഇൻക്ലൂഡിങ് സിങ്കിങ് ഫണ്ട് ഈസ് ₹24,000 പെർ ആനം എന്ന് പറയുന്നുണ്ട്.
അപ്പോൾ അതാണ് ടോട്ടൽ ഔട്ട് ഗോയിങ്സ് ഇൻക്ലൂഡിങ് സിങ്കിങ് ഫണ്ടാണത്. അപ്പോൾ അത് ഡയറക്റ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രോസ് ഇൻകം എത്ര എന്നുള്ളത് കിട്ടും. അല്ലെങ്കിൽ ഗ്രോസ് റിട്ടേൺ എന്നുള്ളത് പെർ ഇയർ ₹72,000 ആയിരിക്കും. അപ്പോൾ ഗ്രോസ് റെൻറ്റ് പെർ മന്ത് നോക്കിക്കഴിഞ്ഞാൽ ആ 72,000 ഡിവൈഡ് ബൈ 12 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ₹6,000 പെർ മന്ത് എന്നുള്ളതാണ് ഗ്രോസ് റെൻറ്റ് ഓഫ് ദി പ്രോപ്പർട്ടി. നിങ്ങളുടെ നെക്സ്റ്റ് പ്രോബ്ലം നോക്കുക. In a plot of land costing ₹20,000, a building has been newly constructed at a total cost of ₹80,000. അപ്പോൾ അതിനകത്ത് ടോട്ടൽ കോസ്റ്റ് ഓഫ് ദി ബിൽഡിംഗ് നിങ്ങൾക്ക് കോസ്റ്റിംഗ് ഡയറക്റ്റ് വന്നിട്ടുണ്ട് ₹80,000 എന്നുള്ളത്. അതിൽ ടോട്ടൽ കോസ്റ്റ് ഓഫ് ലാൻഡ് വന്നിട്ടുണ്ട് ₹20,000 എന്നുള്ളത്. പിന്നെ ഇത് ബിൽഡിംഗ് കൺസിസ്റ്റ് ഓഫ് 4 ഫ്ലാറ്റ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഫ്ലാറ്റ്സ് എന്നുള്ളത് 4 ആണ്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ calculate the standard rent for each flat of the building assuming the life of building is 60 years and sinking fund will be created on 4% interest. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് റെൻറ്റ് ഫോർ ഈച്ച് ഫ്ലാറ്റിൻ്റെ സ്റ്റാൻഡേർഡ് റെൻറ്റ് ആണ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ സ്റ്റാൻഡേർഡ് റെൻറ്റ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ഗ്രോസ് റെൻറ്റ് നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നിങ്ങളിത് ചെയ്യേണ്ടത് ഇതിനകത്തുള്ള നെറ്റ് റിട്ടേൺ എത്രയാണെന്ന് അല്ലെങ്കിൽ നെറ്റ് റെൻറ്റ് അല്ലെങ്കിൽ നെറ്റ് ഇൻകം എത്ര എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. അതാണ് ദി ഓണർ എക്സ്പെക്റ്റ് 8% റിട്ടേൺ ഓൺ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ആൻഡ് 5% റിട്ടേൺ ഓൺ കോസ്റ്റ് ഓഫ് ലാൻഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് നെറ്റ് റിട്ടേൺ ആയിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക. നെറ്റ് റിട്ടേൺ ഓൺ കൺസ്ട്രക്ഷനും നെറ്റ് റിട്ടേൺ ഓൺ ലാൻഡ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവസാനം ടോട്ടൽ നെറ്റ് ഇൻകം അല്ലെങ്കിൽ നെറ്റ് റെൻറ്റ് എത്ര എന്നുള്ളത് കിട്ടും. അതാണ് ₹7,400 നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഔട്ട് ഗോയിങ്സ് അടുത്ത് കണ്ടുപിടിക്കുക. ഔട്ട് ഗോയിങ്സ് ആണ് ഈ തന്നിരിക്കുന്ന ആനുവൽ റിപ്പയർ കോസ്റ്റും 1% കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ആണ്. അത് അതർ ഔട്ട് ഗോയിങ് ഇൻക്ലൂഡിങ് ടാക്സ് 30% നെറ്റ് റിട്ടേൺ ഓൺ ബിൽഡിങ്. അതത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഔട്ട് ഗോയിങ്സ് കിട്ടും. ആ 2 ഔട്ട് ഗോയിങ്സ് ആണ് ഈ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ സിങ്കിങ് ഫണ്ടും കൂടെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. ആ സിങ്കിങ് ഫണ്ടാണ് ഈ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. S/I ഡിവൈഡ് ബൈ 1+I⁻n-1 എന്നുള്ളത്. ആദ്യത്തെ എസ് എന്നുള്ളതാണ് ടോട്ടൽ കോസ്റ്റ് ഓഫ് ദി ബിൽഡിംഗ്. അതാണ് ₹80,000 എന്നുള്ളത്. പിന്നെ ഐ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 4% എന്ന് തന്നിട്ടുണ്ട്. എൻ എന്നുള്ള ടോട്ടൽ ലൈഫ് പീരീഡ് 60 ഇയേഴ്സ് എന്ന് തന്നിട്ടുണ്ട്. അത് വെച്ച് നിങ്ങൾക്ക് ടോട്ടൽ സിങ്കിങ് ഫണ്ട് കണ്ടുപിടിക്കുക. അപ്പോൾ സിങ്കിങ് ഫണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഔട്ട് ഗോയിങ്സ് നിങ്ങൾക്ക് കിട്ടും. ഔട്ട് ഗോയിങ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഗ്രോസ് റെൻറ്റ് നിങ്ങൾ കണ്ടുപിടിക്കുക. ഗ്രോസ് റെൻറ്റ് നെറ്റ് റെൻറ്റ് പ്ലസ് ഔട്ട് ഗോയിങ്സ് കിട്ടും. പിന്നെ അവസാനം പെർ മന്ത് ഗ്രോസ് റെൻറ്റ് എത്ര എന്നുള്ളത് കണ്ടുപിടിക്കുക. നെറ്റ് ഒരു മാസത്തെ ഗ്രോസ് റെൻറ്റ് എന്നുള്ളതാണ് ഈ കാണിച്ചിരിക്കുന്നത് ₹871 പെർ മന്ത് എന്നുള്ളത്. നിങ്ങൾക്ക് ഫൈനൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ട അതല്ല, ഗ്രോസ് റെൻറ്റ് പെർ ഫ്ലാറ്റാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 4 ഫ്ലാറ്റ് ഉണ്ട് ടോട്ടൽ. അപ്പോൾ അതിനകത്ത് ഒരു ഫ്ലാറ്റിൻ്റെ ഗ്രോസ് റെൻറ്റ് എന്നുള്ള 871 ഡിവൈഡ് ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു ₹270 എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ എ ബിൽഡിംഗ് ഫെച്ചസ് എ ഗ്രോസ് റെൻറ്റ് ഓഫ് ₹700 പെർ മന്ത്. ടോട്ടൽ ഔട്ട് ഗോയിങ്സ് വന്നിട്ടുണ്ട് 12% ഓഫ് ഗ്രോസ് ഇൻകം. കാൽക്കുലേറ്റ് ദി ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ദി പ്രോപ്പർട്ടിയാണ് ഇവിടെ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ക്യാപിറ്റലൈസ്ഡ് വാല്യൂവിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. നെറ്റ് ഇൻകം ഇൻറ്റു ഇയർ പർച്ചേസ് ആണ്. നെറ്റ് ഇൻകം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കിട്ടും. ഗ്രോസ് റെൻറ്റ് മൈനസ് ഔട്ട് ഗോയിങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെറ്റ് ഇൻകം ഡയറക്റ്റായിട്ട് കിട്ടും. ഇയർ പർച്ചേസിന് നിങ്ങൾക്ക് 2 ഇക്വേഷനുണ്ട്. ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 100 ഡിവൈഡ് ബൈ ഡയറക്റ്റായിട്ട് ഇൻട്രസ്റ്റ് എടുക്കുക. അതാണ് ഈ തന്നിരിക്കുന്ന 5% ഡയറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇയർ പർച്ചേസ് 20 ആയിട്ട് കിട്ടും. അത് വെച്ച് ഡയറക്റ്റായിട്ട് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് ഒരു മെത്തേഡ്. ഇനി ഇത് വേറൊരു രീതിയിലും ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾക്ക് ഇയർ പർച്ചേസിന് വേറൊരു ഇക്വേഷനും കൂടെ ഉണ്ടായിരുന്നു. അതായത് ഇയർ പർച്ചേസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ IP പ്ലസ് IC എന്നുള്ളൊരു ഇക്വേഷനും കൂടെ ഉണ്ടായിരുന്നു. ഇതിൽ IP എന്നുള്ളത് ക്യാപിറ്റൽ ഇൻട്രസ്റ്റും ആയിരുന്നു. അതുപോലെ ICക്കുള്ള ഇക്വേഷനാണ് ഈ എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇക്വേഷനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഏത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്, ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് ആണോ അല്ലേ എന്നുള്ള കാര്യം തന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ IP എന്നുള്ളത് നിങ്ങൾ ഈ തന്നിരിക്കുന്ന 5% തന്നെ അങ്ങ് എടുക്കുക. പിന്നെ ഇതിൽ IC എടുത്തിരിക്കുന്നതാണ് ഈ ഇക്വേഷനായിട്ട് തന്നെ IC എടുക്കുക. I ഡിവൈഡ് ബൈ 1+I⁻n-1 വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾ 5% അങ്ങ് എടുത്താൽ മതി. N എന്നുള്ള എൻ്റെ ലൈഫ് പീരീഡാണ്. ആ ലൈഫ് പീരീഡ് 50 ഇയേഴ്സ് എന്ന ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് IC കിട്ടും. അപ്പോൾ IPയും ICയും നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ ഇയർ പർച്ചേസിൻ്റെ ഇക്വേഷനുണ്ട് 1 ഡിവൈഡ് ബൈ IP പ്ലസ് IC. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ 18.25 കിട്ടും. എന്നിട്ട് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ സെയിം ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു ആൻസർ ആയിരിക്കും കിട്ടുന്നത്. ₹1,34,948 എന്നായിരിക്കും കിട്ടുന്നത്. ഇത് രണ്ടും
രണ്ട് മെത്തേഡ് ചെയ്താലും ആൻസർ വേറെ ആണെങ്കിലും കറക്റ്റ് ആൻസർ തന്നെയാണ്. കാരണം ഇത് ക്വസ്റ്റ്യനിൽ ഇത് സ്പെസിഫൈ ചെയ്തിട്ടില്ല, ഏത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണെന്നുള്ള ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ രണ്ട് രീതിയിലും ചെയ്താലും കറക്റ്റ് തന്നെയാണ്. നിങ്ങൾ നേരത്തെ മെത്തേഡ്സ് ഓഫ് വാല്യൂഷൻ പഠിച്ചപ്പോൾ അതിനകത്ത് 5 മെത്തേഡായിരുന്നു നിങ്ങൾ പഠിച്ച്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു മെത്തേഡും കൂടെ ഉണ്ട്, ഒരു 6th മെത്തേഡായിട്ട് ഇതും കൂടെ ഒന്ന് ആഡ് ചെയ്യണം, ഡിപ്രിസിയേഷൻ മെത്തേഡ് ഓഫ് വാല്യൂഷൻ. അപ്പോൾ ഈ ഡിപ്രിസിയേഷൻ മെത്തേഡിൽ ഡിപ്രിസിയേറ്റഡ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഡി ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 100 - RD ഡിവൈഡ് ബൈ 100 ഓൾ റൈസ് ടു n. അതിൽ ഡി എന്ന് പറഞ്ഞാൽ ഡിപ്രിസിയേറ്റഡ് വാല്യൂ, പി എന്നുള്ളത് കോസ്റ്റ് അറ്റ് പ്രസൻറ്റ് മാർക്കറ്റ് വാല്യൂ, ആർ ഡി എന്നുള്ളത് റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. അതാണ് ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ഡിപ്രിസിയേഷൻ. അതിനകത്ത് ആർ എന്നുള്ള റേറ്റും ഡി എന്നുള്ള ഡിപ്രിസിയേഷൻ. അപ്പോൾ ക്വസ്റ്റ്യനിൽ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ തരുവാണെങ്കിൽ ഈ മെത്തേഡ് വേണം നിങ്ങൾ കൺസിഡർ ചെയ്യാൻ. എൻ എന്നുള്ള നമ്പർ ഓഫ് ഇയേഴ്സ് തന്നെ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഡയറക്റ്റായിട്ട് നിങ്ങൾ എടുത്താൽ മതി പ്രോബ്ലം ചെയ്യുന്ന സമയത്ത്. ഇത് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടെയുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ സാധാരണ ഈ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ തരത്തില്ല. റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ തരാത്ത കേസിൽ നിങ്ങൾ ഈ ലൈഫ് ഓഫ് ബിൽഡിംഗ് നോക്കണം. ലൈഫ് ഓഫ് ബിൽഡിങ് ഇൻ കേസ് 75 to 100 ആണ് ലൈഫ് ഓഫ് ബിൽഡിംഗ് എങ്കിൽ ആർ ഡി വാല്യൂ 1 ആയിരിക്കും. അതുപോലെ 50 to 75 ആണെങ്കിൽ അവിടെ ആർ ഡി വാല്യൂ 1.3 ആയിരിക്കും. ഇത് റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ ആർ ഡി തരാത്ത കേസിലാണ് ഇങ്ങനെ നിങ്ങൾ തന്നെ അസ്യൂം ചെയ്യേണ്ടത്. അപ്പോൾ ലൈഫ് ഓഫ് ബിൽഡിംഗ് ഒരു 100 ഒക്കെയാണ് പറയുന്നതെങ്കിൽ അവിടെ ആർ ഡി വാല്യൂ 1 ആയിട്ട് വേണം നിങ്ങൾ എടുക്കാൻ. അപ്പോൾ ഈ ടേബിൾ അനുസരിച്ച് വേണം നിങ്ങൾ ആർ ഡി വാല്യൂ എടുക്കാൻ, അതായത് റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ തരാത്ത കേസിൽ. നിങ്ങൾ അടുത്ത പ്രോബ്ലം നോക്കുക, 5th പ്രോബ്ലം. ഇതിനകത്ത് ആൻ ഓണർ ഓക്കുപ്പൈഡ് പ്രോപ്പർട്ടി റിക്വയർഡ് ടു ബി വാല്യൂഡ് ഫോർ ദ വെൽ ടാക്സ് പർപ്പസ് ഓൺ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ഇപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. വാല്യൂ ഓഫ് ദി ലാൻഡ്, കോസ്റ്റ് ഓഫ് ദി ബിൽഡിംഗ്, ഏജ്, എസ്റ്റിമേറ്റഡ് കോസ്റ്റ്, അതുപോലെ തന്നെ ഡിപ്രിസിയേഷൻ ടു ബി അലോട്ട് ഫോർ ദി ബിൽഡിംഗ് 0.7% പെർ ആനം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഡിപ്രിസിയേഷൻ മെത്തേഡ് ഓഫ് വാല്യൂഷൻ വേണം ഇതിനകത്ത് നിങ്ങൾ ചെയ്യാൻ. അതാണ് ഡിപ്രിസിയേഷൻ ടു ബി അലോട്ട് ഫോർ ബിൽഡിംഗ് 0.7% എന്ന് കൊടുത്തിരിക്കുന്നത്. അത് ആർ ഡി ആണ്. ആർ ഡി ആണ് 0.7% എന്നുള്ളത്. അപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് നിങ്ങൾ ഇക്വേഷനിലോട്ട് പോവുക. ഡിപ്രിഷിയേറ്റഡ് വാല്യൂ കണ്ടുപിടിക്കുക. ഡി ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 100 - RD ബൈ 100 ഹോൾ റൈസ് ടു n ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും കിട്ടും ഡിപ്രിഷിയേറ്റഡ് വാല്യൂ. പിന്നെ ഇതിനകത്ത് നെറ്റ് വാല്യൂ ഓഫ് ദി ബിൽഡിംഗ് കണ്ടുപിടിക്കണമെങ്കിൽ ക്വസ്റ്റ്യനിൽ റിപ്പയർ കോസ്റ്റും തന്നിട്ടുണ്ട്. റിപ്പയർ കോസ്റ്റാണ് ഈ ₹90,000 എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ നെറ്റ് വാല്യൂ ഓഫ് ദി ബിൽഡിംഗ് എന്നുള്ള ഡിപ്രിഷിയേറ്റഡ് വാല്യൂ മൈനസ് റിപ്പയർ കോസ്റ്റ് ചെയ്യണം. അത്രയും ചെയ്ത് കഴിയുമ്പോൾ ഇത്രയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന നെറ്റ് വാല്യൂ ഓഫ് ദി ബിൽഡിംഗ്. പിന്നെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദി പ്രസൻറ്റ് വാല്യൂ ഓഫ് ദി പ്രോപ്പർട്ടിയാണ്. ബിൽഡിങ്ങിൻ്റെ മാത്രമല്ല, പ്രോപ്പർട്ടി, ടോട്ടൽ പ്രോപ്പർട്ടിയുടെ പ്രസൻറ്റ് വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രസൻറ്റ് വാല്യൂ ഓഫ് ദി പ്രോപ്പർട്ടി ചോദിക്കുമ്പോൾ നിങ്ങൾ അതിനകത്ത് ലാൻഡിൻ്റെ വാല്യൂവും കൂടെ കൺസിഡർ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ കിട്ടിയ നെറ്റ് വാല്യൂ ഓഫ് ദി ബിൽഡിംഗ് പ്ലസ് വാല്യൂ ഓഫ് ദി ലാൻഡ്. വാല്യൂ ഓഫ് ദി ലാൻഡ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ₹3,25,000. അപ്പോൾ രണ്ടും കൂടെ സം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രസൻറ്റ് വാല്യൂ ഓഫ് ദി പ്രോപ്പർട്ടി നിങ്ങൾക്ക് കിട്ടും.